എക്സ്പോഷർ പോയിന്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഡിയംസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ഭാഷയിലും ഉള്ള പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്, ചില ശൈലികളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗമാണ്. അതിനെയാണ് ഇഡിയംസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് നേരിട്ട് നമ്മൾ ആ വാക്കിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു ബുഷിന് ചുറ്റും അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുന്നത് അതിന് പറ്റിയ ചില സിറ്റുവേഷനുകളിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ മുൻപിൽ എന്തൊക്കെയോ ഒരു ഡിസ്കഷൻ നടക്കുന്നു. പക്ഷേ ആ ഡിസ്കഷനിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി കിട്ടാതെ നിൽക്കുന്നു. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഐ ആം ആസ്കിങ് യു സെവറൽ ക്വസ്റ്റ്യൻസ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ സിംപ്ലി ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു പോലീസുകാരൻ ഒരു തീഫിനോട്, കള്ളനോട് ചോദിക്കുന്ന സമയത്ത് നീ എങ്ങനെയാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് കള്ളൻ വളരെ ഉരുണ്ട് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കില്ലേ, അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. So I'm asking you, the policeman asked the thief so many questions. How did he steal the gold or whatever property? But the thief was simply beating around the bush. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഐസ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള 3 ഇഡിയംസാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. എല്ലാം നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഇഡിയംസാണ്. പൊതുവെ നിങ്ങൾ ഒരുപക്ഷെ പലരും കേട്ടിട്ടുള്ള ഇഡിയംസും ആയിരിക്കാം. എങ്കിലും എക്സാമ്പിളോടുകൂടി പറയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ നമുക്ക് ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ സാധിക്കും. For example, the first one, tip of the iceberg. Tip of the iceberg എന്ന് നമ്മൾ നേരിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐസ് കൂനയുടെ മഞ്ഞുപാളിയുടെ അഗ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ how it will be. Let's go for an example. ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രാധാന്യമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചാണ്. യഥാർത്ഥ പ്രോബ്ലത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പറയാം ദ ബിഗർ പ്രോബ്ലം ഈസ് സ്റ്റിൽ നോട്ട് ഡിസ്കസ്ഡ്. വി ആർ സിംപ്ലി ടോക്കിംഗ് അബൌട്ട് or what we are talking about is just tip of the iceberg. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മൂവിയുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കാം. വളരെ 4 വാക്കിലോ അല്ലെങ്കിൽ 2 വാക്കിലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു മറുപടി പറയുകയുള്ളൂ. ഈ ചിത്രം നന്നായിരുന്നു, നല്ല ഡയറക്ഷനാണ് അല്ലെങ്കിൽ ആക്ടിംഗ് ആണ് എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് അ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞത് വളരെ ചെറിയ ഒരു അംശം മാത്രമേ ഉള്ളൂ. അതിൻ്റെ വലിയ ഒരു കാര്യം അല്ലെങ്കിൽ ആ മൂവിയുടെ കൂടുതൽ കാര്യങ്ങൾ ആ പടം അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്കറിയൂ, അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കേട്ടത് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ടൈറ്റാനിക് എന്ന മൂവിയിൽ കപ്പൽ ആദ്യ കന്നിയാത്രയിൽ പോയി അപകടമുണ്ടാകുന്നു. അന്ന് ക്യാപ്റ്റൻ കണ്ടത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമായിരുന്നു.
അവർ വെള്ളത്തിനടിയിലുണ്ടായിരുന്ന ആ മഞ്ഞുമലയുടെ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിരുന്നില്ല. The captain saw only the tip of the iceberg, but unfortunately it hit the iceberg and it went into the ship got crashed, right? അങ്ങനെയാണ് ആ ഒരു കൂടുതൽ നമുക്ക് ഓർക്കാവുന്ന ഒരു എക്സാമ്പിളാണത്. അപ്പോൾ ഒരു ഇഡിയം ഇപ്പോൾ നമ്മൾ ഐസ് എന്നുള്ള വാക്കുകൊണ്ട് പഠിച്ചു. ഇനി രണ്ടാമത്തേത് ഐസിങ് ഓൺ ദ കേക്ക്. നമുക്കറിയാം കേക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഇറ്റ്സ് എ സ്വീറ്റ് തിങ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് അതിന് മുകളിൽ പലപ്പോഴും ഒരു ഡെക്കറേഷന് വേണ്ടി, കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ഒരു ഐസിങ് നമ്മൾ ചെയ്യാറുണ്ട്. പൊതുവിൽ ഉള്ള ഒരു സംഗതിയാണത്. അതുപോലെ തന്നെ ഉള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്നതാണ് ഐസിങ് ഓൺ ദ കേക്ക്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നു. അതിന് സാലറി ഉണ്ട്, പിന്നെ അതോടൊപ്പം കമ്പനി നൽകുന്ന പല ഇൻസെൻറ്റീവ്സോ, അല്ലെങ്കിൽ ഒരു സെയിൽസ് ജോബാണെങ്കിൽ ഇൻസെൻറ്റീവ്സും മറ്റുമൊക്കെ ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇതൊന്നും കൂടാതെ തന്നെ എല്ലാ വർഷവും എവിടേക്കെങ്കിലും ഒരു ടൂർ പോകാനുള്ള ടിക്കറ്റ് കൂടി തരുന്നു. സോ ദാറ്റ് ഈസ് an icing on the cake. That's icing on the cake. We are already getting salary, we are already getting a good package, and on top of that, giving him with a ticket to a tourist destination is simply an icing on the cake. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. ആ കോമ്പറ്റീഷനിൽ എനിക്ക് യാദൃശ്ചികമായി പങ്കെടുത്തൊരു കോമ്പറ്റീഷൻ, അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ്സ് എ ബിഗ് തിങ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, പങ്കെടുത്തതിന് ശേഷം എനിക്കൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു പ്രൈസ് മണിയോ അല്ലെങ്കിൽ ഒരു അവാർഡോ കിട്ടുകയാണ്. സോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദാറ്റ് കോമ്പറ്റീഷൻ ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് തിങ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് ഓർ an award, that is an icing on the cake. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, മൂന്നാമത്തെ ഐസ് വെച്ചിട്ടുള്ള ഒരു ഇഡിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബ്രേക്ക് ദ ഐസ് എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ലിറ്ററൽ മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസിനെ മുറിക്കുക എന്നുള്ളതാണ്, ടു ബ്രേക്ക് ദി ഐസ്. പക്ഷേ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾ കൂടുന്നു, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. സോ അവിടെ നിന്ന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു ഡിസ്കഷൻ ആയിക്കോട്ടെ, ഒരു സ്പീച്ച് ആയിക്കോട്ടെ, ഒരു ചെറിയ സ്പേസിൽ പോലും ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ പോലെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ടു ബ്രേക്ക് ദ ഐസ് എന്നുള്ള ഇഡിയം യൂസ് ചെയ്യുന്നത്. കൂടുതൽ നമുക്ക് ഈ പ്രൊഫഷണൽ മേഖലകളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സോ ടു ബ്രേക്ക് ദി ഐസ്, ലെറ്റ് മീ talk about an incident that has happened or that had happened in my life. അല്ലെങ്കിൽ I used to start with a joke to break the ice. അത് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ എലിവേറ്ററിൽ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പലരും ഒരുമിച്ചുണ്ടാവാം മോർണിംഗ് സമയത്തൊക്കെ. പക്ഷേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഒരു സിമ്പിൾ ചെറിയ ചോദ്യം പോലെ, ഇന്നത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ നന്നായിരുന്നു എന്ന് പറയുന്നത് പോലും ഒരു ഐസ് ബ്രേക്കറാണ്. സോ ടു മേക്ക് പീപ്പിൾ ഫീൽ റിലാക്സ്ഡ് ബെറ്റർ and to get the momentum going, to get the conversation going, to get the meeting room engaged, ഇതാണ് to break the ice എന്നുള്ള ഒരു ഫ്രേസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഡിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So I hope you all learn something, or at least you heard it again what you heard before. So you can use these idioms in many of the other situations and be familiar and make your language better. Move into an advanced stage or level. You can make your language, beautify your language. അതിനുവേണ്ടി ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എക്സ്പോഷർ പോയിൻറ്റ് വീണ്ടും നല്ല
കോണ്ടൻറ്റുമായി അല്ലെങ്കിൽ പുതിയ ഇഡിയംസുമായി മറ്റു നോളജബിൾ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുമെന്ന് വീണ്ടും പറയുന്നു. താങ്ക് യു.